അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സുന്ദര ഭവനാണ് കേസ്, നമ്മുടെ വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ആണ്. അപ്പോൾ പാലുകാച്ചൻ്റെ വീഡിയോ ഒരുപാട് പേര് കണ്ടു, ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞു. ഒരുപാട് പേർക്ക് നമ്മുടെ വീടൊക്കെ ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞു റീൽസിലൊക്കെ ഇട്ടപ്പോൾ. അപ്പോൾ നമ്മുടെ ഹോം ടൂർ എടുത്താലോന്ന് വിചാരിച്ചിട്ടാണ് കേസ് ഞങ്ങളിന്ന് ഹോം ടൂർ എടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും, അതായത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീട് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്താ പറയുക, വർഷങ്ങൾ നമ്മൾ വാടകയ്ക്ക് ഇരുന്ന് നമ്മൾ കഷ്ടപ്പെട്ട് കെട്ടിയ ഒരു കുഞ്ഞു ഭവനമുണ്ട് കേസ്. അപ്പോൾ ആ വീടിൻ്റെ സുന്ദരമായ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് കേസ്, നമ്മൾ കയറി വരുമ്പോൾ തന്നെ സിറ്റ് ഔട്ട് കഴിഞ്ഞ് ഉള്ളിലേക്ക് നല്ല ഇച്ചിരി നീളം കൂടിയ ഒരു ഹോളാണ് എടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് എന്താ പറയുക, നമ്മൾ വാടകയ്ക്ക് ഇരുന്ന പല വീടുകളിലും ചെറിയ സിറ്റ് ഔട്ട്, അതായത് ഹാളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കേസ്. നേരെ റൂമിൽ നിന്ന് കയറി ചെല്ലുന്നത് ചെറിയൊരു റൂമുകളിലേക്ക് അങ്ങനെയൊക്കെയാണ്, ചെറിയ വീടുകളിലൊക്കെയാണ് നമ്മൾ വാടകയ്ക്ക് ഇരുന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം മാസം വാടകകൾ നമുക്കറിയാമല്ലോ, അന്നത്തെ വാടകയും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുഞ്ഞൊരു ഓട്ടുവരയിലായിരുന്നു ഞങ്ങൾ ഇരുന്ന്. അവിടെ നിന്നും മാറിയിട്ട് ഇപ്പോൾ ഞങ്ങൾ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കാണുന്നതാണ് നമ്മുടെ ലിവിങ് റൂം കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് എൻ്റെ അളിയൻ വാങ്ങി തന്നതാണ് കേട്ടോ. അളിയൻ നമ്മുടെ വീടിരിപ്പിന് അളിയൻ വാങ്ങി തന്നിട്ടുള്ള ഒരു പ്രീമിയം കോർണർ സോഫയാണിത്. അടിപൊളിയായിട്ട് ഇരിക്കാൻ നല്ല രസമുള്ളൊരു സോഫ. ഞങ്ങൾ ഇതുവരെ ചെയറിലല്ലാണ്ട് ഒരു സോഫയിലൊന്നും ഇരുന്നിട്ടില്ല. നമ്മുടെ വീട്ടിൽ അങ്ങനെയൊക്കെ ആയിരുന്നു, 4 ചെയർ ഉണ്ടാവുള്ളൂല്ലോ, അറിയാമല്ലോ സാധാരണക്കാരായ ആളുകൾക്ക് എങ്ങനെയാണെന്ന്. പക്ഷേ വീട് ഇരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അളിയനും പെങ്ങളും കൂടിയിട്ട് അവർ വന്ന് സെലക്ട് ചെയ്ത് തന്ന ഒരു മനോഹരമായ അടിപൊളിയായിട്ട് നമുക്ക് ഇങ്ങനെ രാജാവിനെ പോലെ ഇരിക്കാം. മനസ്സിലെ ആഗ്രഹങ്ങൾ കേട്ടോ കേസ്. അപ്പോൾ അത് വളരെ സന്തോഷം, ഭയങ്കര നന്ദിയുണ്ട് അളിയൻ്റെ അടുത്തൊക്കെ. ഒരു താങ്ക്സ് പറയേണ്ട ആവശ്യമില്ല, എന്നാലും നമ്മൾ താങ്ക്സ് അളിയനും പെങ്ങൾക്കും എൻ്റെ അനുവിനും പൊടിക്കൊക്കെ. വരുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവും ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. അപ്പോൾ ഇവിടെ കുറേ സംഭവങ്ങൾ, ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. ഇവിടെ നമ്മൾ കുറേ LED ലൈറ്റുകൾ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ്. ഇവിടെ ഒന്ന് വെച്ചിട്ടുണ്ട്, പിന്നെ ഇത് എവിടെയൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ റിമോട്ട് ഫാന് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ റിമോട്ട് ഫാന്. പിന്നെ ഈ ലൈറ്റ് കാണില്ലേ TVൻ്റെ മേലെ വെച്ചിരിക്കുന്നത്, ഇതും നല്ല LED ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക ലൈറ്റിംഗ് ഒക്കെയാണ് കേട്ടോ കേസ് ഇവിടെ. അപ്പോൾ നല്ല വെളിച്ചമാണ്. പകല് നമുക്കിവിടെ നല്ല വെളിച്ചമാണ്, എങ്കിൽ കൂടി എന്താ പറയുക രാത്രിയൊക്കെ ഇതിൻ്റെയൊക്കെ ഇതൊക്കെ ഇട്ടിട്ട് ഇരിക്കാൻ ഭയങ്കര അടിപൊളിയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കേസ്. അപ്പോൾ നമ്മൾ ലിവിങ്ങിന് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഹോം വീടുകളിൽ വീട് പണിയുന്ന സമയത്തൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഭാഗത്ത് ഇവിടെ ഒരു കുഞ്ഞു ചെടി കണ്ടില്ലേ കേസ്, കുഞ്ഞു ചെടി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ണൻ്റെ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോഴുള്ളത്, പിന്നെ അവിടെ ഒരു കിൻഡിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്, ഇത് അവിടെ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ബുദ്ധൻ്റെ ഞങ്ങൾ ആ പഴയ വീട്ടിലിരുന്നപ്പോൾ ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഞങ്ങൾ സൗമ്യ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ബുദ്ധൻ്റെ കുഞ്ഞു നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവമല്ലേ. അപ്പോൾ അതും ഇവിടെ വെച്ച് ഇതിലേക്ക് അങ്ങനെ വെച്ചു കൂട്ടാ. പിന്നെ ഈ ഭാഗത്ത് തന്നെയാണ് നമ്മൾ കയറുന്ന ഭാഗത്ത് അതായത് ഫ്രണ്ട് സിറ്റ് ഔട്ടിൽ നിന്ന് കയറിയിട്ട് ലിവിങ്ങിലേക്ക് വരുന്നതിൻ്റെ സൈഡ് തന്നെയാണ് സ്റ്റെയർ വരുന്നത് കേട്ടോ. സ്റ്റെയർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെയർ റൂമാണത്, അതായത് സ്റ്റെയർ റൂം. മേലെ റൂമുകളൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ കയറിപ്പോയിട്ട് അവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല വലിയൊരു ജനൽപ്പാട് കൊടുത്തിട്ടുണ്ട്. അവിടെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ മേലെ. അപ്പോൾ മേലെയൊക്കെ പോയിട്ട് നമുക്ക് ഇരിക്കാനുള്ളതിന് വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് നമ്മൾ വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. ഈ നമ്മുടെ സ്റ്റെയറിൻ്റെ സൈഡായിട്ടാണ് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. അതും നല്ല എന്താ പറയുക നല്ലൊരു ഭംഗിയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മളെ കൊണ്ട് ആകുന്ന വിധം കേട്ടോ, അല്ലാണ്ട് വലിയ രീതിയിലല്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയൊരു വാഷ് ബേസിൻ കൗണ്ടറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ ബുദ്ധൻ്റെ ഫോട്ടോസുകളൊക്കെയാണ് കാണുന്നത്. കുറേ ബുദ്ധൻ്റെ ഫോട്ടോസുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് TV യൂണിറ്റ് വരുന്നത് കേട്ടോ. ഇവിടെയൊക്കെ കബോർഡ് കൊടുക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മളിവിടെയൊക്കെ കബോർഡൊക്കെ വെച്ചാലാണ് അടിപൊളിയായിട്ടുണ്ടാവുള്ളൂ. പക്ഷേ നമ്മളെന്താ പറയുക, പെട്ടെന്ന് വീടിരിക്കണം, അതിൻ്റെ പല കാര്യങ്ങളും കൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് എന്താ പറയുക സാമ്പത്തികമായിട്ടൊക്കെ ഒന്ന് റെഡി ആകുമ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അങ്ങനെ വരുന്ന വഴിയിലാണ് നമ്മൾ ഹാളിൽ നിന്ന് നേരെ കയറുന്നത് അടുക്കളയിലേക്കാണ് കേട്ടോ. ബാ, അപ്പോൾ അടുക്കളയിലാണ്. ഇതാണ് നമ്മുടെ കുഞ്ഞടുക്കള. അതായത് സൗമ്യക്ക് എപ്പോഴും സൗമ്യ ഫുൾ ടൈം ഇവിടെ ഓരോ വർക്കുകളും കാര്യങ്ങളൊക്കെ അവൾക്ക് സമാധാനത്തിൽ ചെയ്യാനേ. നമ്മുടെ വാടക വീടുകളിൽ കുഞ്ഞ് ചിലപ്പോൾ അടുക്കളയായിരിക്കും, നമുക്ക് ഇഷ്ടപ്പെട്ട പോലെയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് അവളുടെ ഇഷ്ടപ്രകാരം
ഓരോ കബോർഡുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ ഓരോ സംഭവങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇതവിടെ ഒരു അത് ഇവിടെ ബോർവെൽ വെള്ളമുണ്ട് കേസ്. അപ്പോൾ അത് ബോർവെൽ വെള്ളം കുടിക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് വാങ്ങിയതാണ് കേട്ടോ. അക്വാ ഗാർഡിൻ്റെ ഒരു സംഭവമാണ് അത്. നല്ല വെള്ളം ബോർവെൽ ശുദ്ധീകരിച്ചിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ വെള്ളത്തിൻ്റെയും കാര്യങ്ങളൊക്കെ അടിപൊളിയായി. പിന്നെ നമ്മുടെ പഴയ ഫ്രിഡ്ജാണ് ഇതല്ലേ, ഇത് കണ്ടു. ഇത് നമ്മുടെ പഴയ ഫ്രിഡ്ജ് അവിടെ നിന്ന് എടുത്തിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള. ഇനി നമുക്ക് നേരെ പോണതുണ്ടല്ലോ, വരൂ എല്ലാവരും വരൂ. ഇതാ ഫസ്റ്റ് റൂം കേട്ടോ ഗൈസ്. ഇവിടെ ചെറിയൊരു ഇടനാഴിയാണ്. ഇവിടെ നമ്മൾ കണ്ണൻ്റെ ഒരു അടിപൊളി പിക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ കയറുന്നത് അല്ല, ഫസ്റ്റ് റൂം ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂമായിട്ട് വരുന്നത് കേട്ടോ. ഉള്ളിൽ കയറുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് റൂം. ഇത് അച്ഛനും അമ്മയും കിടക്കുന്ന എല്ലാ പെങ്ങളായിട്ടൊക്കെ വരുമ്പോൾ അവർക്ക് കിടക്കാൻ പറ്റിയ ഒരു റൂമാണ് കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെ കുറച്ച് നമുക്കത് ഗിഫ്റ്റ് കിട്ടിയ കുറച്ച് സാധനങ്ങളൊക്കെയാണുള്ളൂ. ഇവിടെ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. ഇവിടെ അധികം ഒന്നും കൊണ്ടുവന്ന് വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് ഈ റൂമിൽ. ഇനി ഒരു ബെഡ്റൂം, ഞങ്ങളുടെ ബെഡ്റൂം കാണിച്ചാൽ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം കേട്ടോ ഗൈസ്. ഇവിടെ ചെറുതായിട്ട് സാധനങ്ങളൊക്കെ നമ്മുടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു കട്ടിലിട്ടിട്ടുണ്ട്. ഇത് ഒരു അലമാര ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ കുറച്ച് തുണികളും ഹെൽമെറ്റുകളും ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അത് അടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ ബാത്റൂം കേട്ടോ ഗൈസ്. ഇവിടെ ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട്. ടോയ്ലറ്റ് ഉള്ളിലൊന്നും കാട്ടണ്ടല്ലോ. അപ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. കാണിക്കാം, ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇപ്പോൾ ലൈറ്റ് നോട്ടോ നോക്ക്. അപ്പോൾ ഒരു ടോയ്ലറ്റ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീടിൻ്റെ ചെറിയൊരു ഹോം ടൂർ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ കുഞ്ഞു വീട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്താ പറയുക, സാധാരണക്കാരായ നമുക്ക് ഇതുപോലൊരു വീട് എന്തായാലും നിർമ്മിക്കണമെങ്കിലേ ഒരുപാട് കഷ്ടപ്പാടുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും കിടക്കുന്ന ഈ റൂമിൽ നിന്നുള്ള ഒരു വ്യൂ കാണിച്ചു തരട്ടെ കേസ്. നല്ല അടിപൊളി വ്യൂ ആണ്. അതുകൊണ്ട് ഈ ജനലൊന്ന് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമ്മൾക്കിങ്ങനെ അല്ലേ ഇവിടുന്ന് പാടങ്ങളിലേക്കുള്ള ഒരു കാഴ്ചകൾ കണ്ടില്ലേ. ഇത് അടിപൊളിയാണ്. ഈ ഭാഗത്ത് ഇവിടെ നിന്നുള്ള കാഴ്ചകളാണ് കേസ്. ഇത് നല്ല രസമാണ്. ഇവിടെ രാവിലെയൊക്കെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ. ഈ തൊട്ടടുത്ത് കാണുന്ന സ്ഥലം ഏട്ടൻ്റെ ആണ്. ഏട്ടൻ അവിടെ ഒരു വീട് ചെറുതായിട്ട് കട്ടണം. അപ്പോൾ അതൊക്കെ ഉള്ളൂ കേസ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അതായത് ഹോം ടൂർ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരാളെക്കുറിച്ച് പറയണമെന്നുണ്ടായിരുന്നു കേസ്. അതായത് നമ്മുടെ എഞ്ചിനീയർ കേട്ടോ. അപ്പോൾ നമ്മുടെ വടക്കുമുറിയിലുള്ള മധുവട്ടൻ കേസ്. അപ്പോൾ മധുവട്ടനെ പോയി കാണാനും മൂപ്പര് വന്ന് നമ്മുടെ അടുത്ത് എങ്ങനെ വേണം വീട് എന്നൊക്കെ ചോദിച്ചു. ഞങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ട് കേസ്. അപ്പോൾ അതിനനുസരിച്ച് 2 പ്ലാനാണ് വരച്ചത്. അതിലൊന്ന് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടാണ് ഈ വീട് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വീട് ഞങ്ങൾക്ക് കിട്ടിയത് കേസ്. അപ്പോൾ മധുവട്ടൻ എന്തായാലും താങ്ക്സ് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് സപ്പോർട്ടിങ് ചെയ്ത് നമ്മുടെ എന്താ പറയുക നല്ല രീതിയിൽ ഒരു എഞ്ചിനീയർ എന്നുള്ള അതില്ലാതെ നമ്മളൊരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്നിട്ടുള്ള ഞാൻ എപ്പോഴും മധുവട്ടാന്നാണ് കേസ് വിളിക്കുന്നത്. മധുസാറാന്ന് വിളിക്കുന്നത്, മധുവട്ടാന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു സൗഹൃദത്തിൽ ഞങ്ങൾ ഈ വീട് പണി കഴിയുന്നവരെ അടിപൊളിയായിരുന്നു. അപ്പോൾ മധുവട്ട നമ്പർ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ കൊടുക്കുകയാണ് കേസ്. ഇതുവരെ ഞാൻ ഒരു വീഡിയോയിലും സാറിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ സാറിനെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞു തന്നെ ഉള്ളൂ. അപ്പോൾ വീട് കെട്ടാൻ നല്ല രീതിയിൽ ആർക്കെങ്കിലും എഞ്ചിനീയറിംഗ് ഇതുപോലുള്ള വീടുകളുടെ പ്ലാനുകളോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെങ്കിൽ മധുവാട്ടിനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ മധുവാട്ടിൻ്റെ നമ്പർ ഞാൻ കൊടുക്കാണ്ട് കേസ്. അതായത് നമ്മുടെ ലുലു മോളിന് കുറച്ച് പുറത്ത് വടക്കുമുറിയിലാണ് മധുവാട്ടിൻ്റെ വീട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേസ്. ഇനി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെയാണ് കേസ് നമ്മുടെ കുഞ്ഞു വീടിൻ്റെ ഒരു ചെറിയൊരു ഹോം ടൂറ്. വലിയ വീടൊന്നുമല്ല, ചെറിയൊരു വീടാണ്. എന്നാലും ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലേ നമുക്കതൊരു വലിയൊരു സ്വർഗമാണ് കേട്ടോ കേസ്. കാരണം ഇപ്പോൾ എത്രയോ വർഷങ്ങൾ നമ്മൾ ഒരുപാട് വർഷങ്ങൾ വാടകയ്ക്ക് ഇരുന്നിട്ട് നമ്മൾ 5-6 കൊല്ലം മുമ്പ്, അതായത് ഏകദേശം ഒരു 8 കൊല്ലം മുമ്പ് വാങ്ങിയിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോഴാണ് നമ്മൾ വീടൊക്കെ കെട്ടിയിട്ട് ഇരിക്കുന്നത് കേട്ടോ കേസ്. ഇവിടെ ഇരിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇനിയും അതേപോലെ നല്ല ഹാപ്പി ആയിട്ട് ജീവിതം മുന്നോട്ട് പോട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എല്ലാവരുടെ അനുഗ്രഹമാണ് കേട്ടോ കേസ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യട്ടെ.